സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ഐഡന്റിറ്റീസ് ചെക്ക് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സീക്ക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഇസിക്കൽ ടു 1. ഈ ഒരു ഐഡന്റിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. 90 ഡിഗ്രി ഒരു ട്രയാങ്കിൾ വരച്ചു. ഞാൻ ഇവിടുത്തെ ആംഗിൾ എ എന്ന് കൊടുത്തു. ഇത് ബി, ഇത് വന്നിട്ട് സി. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സീക്ക് എ എന്താണെന്ന് നോക്കാം. സീക്ക് എ, ഈ സി സ്ക്വയർ എയുടെ സീക്ക് എ ആണ് ഞാൻ എടുത്തത്. സീക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? നമ്മുടെ കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൈനസ് ആണ്. എങ്കിൽ സീക്ക് എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടൈനസ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് എന്ത് സീക്ക് എയുടെ ഡെഫിനിഷൻ. അപ്പൊ എയുടെ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഹൈപ്പോട്ടൈനസ്. അപ്പൊ എ സി ഈസ് ദ ഹൈപ്പോട്ടൈനസ്. ഞാൻ അവിടെ എ സി എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് അഡ്ജസന്റ് സൈഡ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എയുടെ അഡ്ജസന്റ് സൈഡ് ആണ് എ ബി. എ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആംഗിൾ എയുടെ അഡ്ജസന്റ് സൈഡ് ആണ് എ ബി. ഹൈപ്പോട്ടൈനസ് എന്ന് പറയുന്നത് എ സി. അപ്പൊ സി കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ടാൻ എ നോക്കാം. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. എയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ബി സി ആണ്. ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. ഓക്കെ, നമുക്ക് സി കെയുടെ വാല്യൂ കിട്ടി എ സി ബൈ എ ബി, ടാൻ എയുടെ വാല്യൂ കിട്ടി ബി സി ബൈ എ ബി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സീക്ക് എ എന്ന് പറയുന്നത് എന്താണ്? എ സി ബൈ എ ബി. അതിന്റെ എന്ത് കാണണം? സ്ക്വയർ കാണണം. സി സ്ക്വയർ എ എന്നാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ കാണണം. സി കെയുടെ വാല്യൂ ആണ് എ സി ബൈ എ ബി. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദ ഹോൾ സ്ക്വയർ മൈനസ് ടാൻ എ. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ബി സി ബൈ എ ബി ആണ് ടാൻ എ. ടാൻ എ ദ ഹോൾ സ്ക്വയർ, അപ്പൊ അതിന്റെ സ്ക്വയർ കാണണം. ഇസിക്കൽ ടു 1. ക്ലിയർ ആയല്ലോ? ഇതെന്താണ്? എ ബൈ ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എയുടെയും സ്ക്വയർ കാണണം, ബിയുടെയും സ്ക്വയർ കാണണം. അപ്പൊ എ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബിയുടെയും സ്ക്വയർ കാണണം, എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. വിച്ച് ഇംപ്ലൈസ്, ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ എങ്ങനെ എഴുതാം? എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇസിക്കൽ ടു 1. അപ്പൊ നമുക്കറിയാം എ സി എന്ന് പറയുന്നത് ആരാണ്? ഹൈപ്പോട്ടൈനസ് ആണ് അല്ലേ? ബി സി എന്ന് പറയുന്നതോ ആൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ബേസ് അറിയണമെങ്കിൽ ബേസ് സ്ക്വയർ ബേസ് സ്ക്വയർ ഇസിക്കൽ ടു എന്താണ്? ഹൈപ്പോട്ടൈനസ് സ്ക്വയർ എ സി സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ബി സി സ്ക്വയർ. അതായത് നമുക്ക് അറിയേണ്ടത് എന്താണ്? ബേസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ബേസ് സ്ക്വയർ എന്ന് അറിയണമെങ്കിൽ ഹൈപ്പോട്ടൈനസിന്റെ സ്ക്വയറിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അതാണ് ബേസ് സ്ക്വയറിന്റെ ഇക്വേഷൻ. പൈതഗോറസ് തിയറം അനുസരിച്ച് ബേസ് സ്ക്വയർ അറിയണമെങ്കിൽ ഹൈപ്പോട്ടൈനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പം എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആണ് ബി എ സ്ക്വയർ. ബി എ എന്ന് പറയുന്നത് ആരാണ്? ബേസ് സ്ക്വയർ ഇസിക്കൽ ടു എ സി എന്ന് പറയുന്ന ഹൈപ്പോട്ടൈനസിന്റെ സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് ആണ് ബി സിയുടെ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കുക, എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയറിന്റെ ആൻസർ എന്താണ്? ബി എ സ്ക്വയർ അല്ലെങ്കിൽ എ ബി സ്ക്വയർ. നമുക്ക് എന്തെന്ന് എഴുതാം? അപ്പൊ എ ബി സ്ക്വയർ മുകളിലുള്ള ഇവിടെ ഇതിന്റെ വാല്യൂ എന്തായി? എ ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ബി സ്ക്വയർ ഇസിക്കൽ ടു 1, വിച്ച് ഇംപ്ലൈസ്
ഇവിടെ നോക്കൂ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? AB² ഡിവൈഡഡ് ബൈ AB² എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. അതായത് 5/5 എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? 1 ആണ് അല്ലേ? 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 1 ആണ്. അതുപോലെ AB² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായി? 1 ആയി, ഇസിക്കൽ ടു 1. ഇപ്പൊ നോക്കൂ, LHSഉം RHSഉം സെയിം ആയി. അപ്പൊ C² മൈനസ് tan² ഇസിക്കൽ ടു 1 എന്നാണ് ആൻസർ. അതിനാണ് നമുക്ക് ചെയ്തപ്പോഴും കിട്ടിയത്, ട്രയാങ്കിൾ വരച്ച് ചെയ്തപ്പോഴും കിട്ടിയത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു മെഷർമെന്റ് കൊടുത്ത് ഇത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ 3 സെന്റിമീറ്റർ കൊടുക്കുന്നു, ഇവിടെ 4 സെന്റിമീറ്റർ കൊടുക്കുന്നു, ഇതിന് ഞാൻ 5 സെന്റിമീറ്റർ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ട്രയാങ്കിളിന്റെ ബേസിന് 3 സെന്റിമീറ്റർ, ആൾട്ടിറ്റ്യൂഡ് 4, ഹൈപ്പോട്ടനസിന് 5 കൊടുത്തു. CKയുടെ വാല്യൂ നോക്കാം. CKയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ AC/AB ആണ്. AC എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഡിവൈഡഡ് ബൈ AB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇസിക്കൽ ടു tan യുടെ വാല്യൂ BC/AB ആണ്. BC എന്ന് പറയുന്നത് ഇതാണ്. BC എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ AB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ രണ്ട് മെഷർമെന്റും എടുത്ത് വാല്യൂസ് റേഷ്യോസും എടുത്ത് നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CKയുടെ വാല്യൂ എന്താണ്? 5/3. CK ദ ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇത് എഴുതാം. മൈനസ് tan യുടെ വാല്യൂ എന്താണ്? 4/3. tan A സ്ക്വയർ എന്നാണ്. അപ്പൊ tan 4/3 ദ ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു 1. ഇതെന്താണ്? A/B ദ ഹോൾ സ്ക്വയർ. അപ്പൊ എയുടെയും സ്ക്വയർ കാണണം, ബിയുടെയും സ്ക്വയർ കാണണം. അപ്പൊ 5ന്റെയും സ്ക്വയർ കാണണം, ഡിവൈഡഡ് ബൈ 3യുടെയും സ്ക്വയർ കാണണം, മൈനസ് 4ന്റെയും സ്ക്വയർ കാണണം, 3യുടെയും സ്ക്വയർ കാണണം, ഇസിക്കൽ ടു 1. വിച്ച് ഇംപ്ലൈസ് 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 5 into 5 ആണ്, 5 സ്ക്വയർ എന്നാണ്. 5 into 5 എത്രയാണ്? 25. ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 3 into 3 എന്ന് വെച്ചാൽ എത്രയാണ്? 9. മൈനസ് 4ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 into 4 16. ഡിവൈഡഡ് ബൈ 3യുടെ സ്ക്വയർ 9 ഇസിക്കൽ ടു 1. ഇനി എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. 25 minus 16 divided by 9 is equal to 1, which implies 25 ന്ന് 60 പോയ ബാലൻസ് എത്രയാണ്? 9. ഇത് രണ്ടും മൈനസ് ചെയ്താൽ 9 കിട്ടും, ഡിവൈഡഡ് ബൈ ഈ 9 is equal to 1. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്താണ്? 1 ആണ് ആൻസർ അല്ലേ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1 ആണ് ആൻസർ, ഇസിക്കൽ ടു ഈ 1. അപ്പോൾ നമുക്ക് LHSഉം RHSഉം സെയിം തന്നെ കിട്ടി, 1 തന്നെ കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. C² മൈനസ് tan² ഇസിക്കൽ ടു 1 ആണ് ആൻസർ. ഇനി നമുക്ക് C² ആണ് അറിയേണ്ടതെങ്കിൽ, sec² അറിയണമെങ്കിൽ ഈക്വൽ ടുന്റെ അപ്പുറത്ത് എന്തുണ്ട്? 1 ഉണ്ട്. 1 ഈ മൈനസ് tan² ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് tan² ആയി മാറും. ഓക്കെ, നമുക്ക് അറിയേണ്ടത് sec² ആണ്. sec² അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 1ന്റെ ഇപ്പുറത്തേക്ക് എന്ത് കൊണ്ടുവരണം? മൈനസ് tan² കൊണ്ടുവരണം. മൈനസ് tan² ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോയാൽ പ്ലസ് tan² ആയി മാറും. അപ്പൊ c²യുടെ ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് tan². ഇനി അടുത്ത് നമുക്ക് ഇനി tan² ആണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ എന്തുണ്ട്? sec². ഈ 1 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് 1 ആവും. കാരണം എന്താണ്? ഈ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് 1 ആണ് അല്ലെ? പോസിറ്റീവ് 1 ആയതുകൊണ്ട് ഇത് ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1 ആവും, നെഗറ്റീവ് 1 ആയി മാറും. ഇസിക്കൽ ടു ഈ നെഗറ്റീവ് tan² വന്നിട്ട് ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പോസിറ്റീവ് tan² ആയി മാറും. ഓക്കെ, ഞാൻ ഈ നെഗറ്റീവ് tan² ഈക്വൽ ടുന്റെ അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ പോസിറ്റീവ് tan² ആയി മാറി. ഈ 1 ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1 ആയിട്ട് മാറി. അപ്പൊ tan²യുടെ ആൻസർ എന്താണ്? c² മൈനസ് 1. c²യുടെ ആൻസർ എന്താണ്? 1 പ്ലസ് tan². ഈ 3 ഐഡന്റിറ്റീസുകളും നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു ഐഡന്റിറ്റീസ് അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഈ 2 ഐഡന്റിറ്റീസും നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക.
അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു ഐഡന്റിറ്റീസ് നോക്കാം.